ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം ഭൂമിയിൽ പണിയുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ യേശു വിശ്വാസിയും. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തു എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നിന്റെ കുടുംബത്തിൽ ദൈവരാജ്യം പണിയുക, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവരാജ്യം പണിയുക, നീ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ദൈവരാജ്യം പണിയുക. ഈ ദൈവരാജ്യം പണിയണമെങ്കിൽ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം, വേദനിപ്പിക്കുന്നവർക്ക് നന്മ ചെയ്യണം, കുറ്റപ്പെടുത്തുന്നവരെ കൂടുതൽ സ്നേഹിക്കണം. ഈ ഒരു മനോഭാവം സ്വീകരിക്കുമ്പോഴാണ് നിനക്ക് ഭൂമിയിൽ ദൈവരാജ്യം പണിയാൻ സാധിക്കുക. കുടുംബത്തിൽ ജീവിത പങ്കാളി എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ വേദനിപ്പിക്കുമ്പോൾ, എനിക്ക് സ്നേഹം തരാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ, അവിടെ ഈ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ദൈവരാജ്യം പണിയണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം: എന്റെ ഈ ഭർത്താവല്ല, ഈ ഭാര്യയല്ല കാരണക്കാരൻ, കാരണക്കാരി, മറിച്ച് ഈ ഭർത്താവിനെ, ഈ ഭാര്യനെ എനിക്ക് തന്ന ദൈവമാണ്. എന്തിന് ഈ ജീവിത പങ്കാളിയെ കൊണ്ട് എന്നെ ഇങ്ങനെയെല്ലാം ദൈവം ചെയ്യിക്കുന്നതിന്റെ കാരണം, ഈ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നീ ദൈവരാജ്യം പണിയുക. 7 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക്, പീഡിപ്പിക്കുന്നവർക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് 31-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് യേശു ഒരു മലയിൽ വെച്ച് ജനക്കൂട്ടത്തോട് പറഞ്ഞു പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച കാര്യം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യേശു വേറൊരു മലയിലേക്ക് കയറി. ആ മലയാണ് ഗാഗുൽത്താ മല. ആ മലയിൽ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തത് ഒരു പ്രാർത്ഥനയിലൂടെ ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ അവിടുന്ന് പ്രഘോഷിച്ചു. അതാണ് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ആരോട്? ഞാൻ ഈ കുരിശിൽ കിടക്കുമ്പോൾ, ഈ കുരിശിൽ എന്നെ തറയ്ക്കുന്നതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര്, എന്നെ ചെയ്യാത്ത തെറ്റിന് കുറ്റം വിധിച്ച പീലാത്തോസ്, മുഖത്ത് തുപ്പിയവര്, കരണത്തടിച്ചവര്, ആർത്തട്ടസിച്ചവര്,
ഈ കുരിശിൽ തറച്ചവര് ഇവരെല്ലാം പിതാവേ നിരപരാധികളാണ്. പിതാവേ നിരപരാധികളാണ്. അവരാരും തെറ്റുകാരല്ല. എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, പിതാവ് അനുവദിച്ചതുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്, പ്രവർത്തിക്കാൻ പറ്റിയത്, എന്നെ കുരിശിൽ തറയ്ക്കാൻ പറ്റിയത്. എന്റെ പിതാവ് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്കാർക്കും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. അതിനാൽ പിതാവേ, ഈ ചെയ്തവരോടെല്ലാം അങ്ങ് ക്ഷമിക്കണം. കാരണം അവർ നിരപരാധികളാണ്. അതുകൊണ്ട് അവരെല്ലാം അനുഗ്രഹിക്കണം. അപ്പോൾ നോക്കൂ, യേശുവിന്റെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ആ ക്ഷമിച്ചുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന കേട്ടപ്പോഴാണോ സാധ്യതയില്ലാതിരുന്ന യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളന് മാനസാന്തരം ലഭിച്ചത്. അവന്റെ ഉള്ളിൽ അവനൊരു ബോധ്യം കിട്ടി. എപ്പോൾ? യേശുവിന്റെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ക്ഷമയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ അവന്റെ ഉള്ളിലൊരു ബോധ്യം കിട്ടി. അതായത് എനിക്ക് ജീവിക്കാനായിട്ടൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ, ജീവിക്കാനായിട്ട് ഒരു രാജ്യം കിട്ടുകയാണെങ്കിൽ, അത് ഇവനോടൊപ്പം ഇവന്റെ കൂടെ ആയിരിക്കും. അതാ അവൻ യേശുവിനോട് പറഞ്ഞത്, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പ്രാർത്ഥിച്ചു തീർന്നില്ല. ഈശോ അവന് ഉത്തരം കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. യേശുവിന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് അവനിൽ മാനസാന്തരം ഉളവാക്കി. കുരിശിൽ കിടന്നുള്ള യേശുവിന്റെ രണ്ടാമത്തെ വലിയ കാര്യം യേശുവിന്റെ സഹിച്ചുകൊണ്ടുള്ള മരണം. ഇതാ ആ സഹിച്ചുകൊണ്ടുള്ള മരണം കണ്ടപ്പോൾ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 47-ാം തിരുവചനം, ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും സഹിച്ചുകൊണ്ടുള്ള മരണവും അതാണ് ലോകത്തിന് മുഴുവൻ രക്ഷ നേടിക്കൊടുത്തത്. ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, സഹിച്ചുകൊണ്ടുള്ള മരണം, ഇത് ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാൻ കാരണമായി തീർന്നു. ഇനി അടുത്തത് മനസ്സിലാക്കൂ. ജീവിതത്തിൽ ആർക്കെല്ലാം ക്ഷമിക്കാൻ അവസരം കിട്ടുന്നോ, ക്ഷമിക്കാൻ അവസരം കിട്ടുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കും. ആർക്കെല്ലാം സഹിക്കാൻ അവസരം കിട്ടുന്നോ, സഹിക്കാൻ അവസരം കിട്ടുന്നവരെയെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. എന്താണ് അതിന്റെ കാരണം? ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഈ മനോഭാവത്തിലാണ് ലോകത്തെ മുഴുവൻ നേടിയെടുത്തത്. ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു സ്വീകരിച്ച ഈ മനോഭാവത്തെ യേശുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ വ്യക്തി സ്വീകരിക്കുന്നോ, ആ സ്വീകരിക്കുന്നവർക്കെല്ലാം യേശു നൽകിയ രക്ഷാകര പദ്ധതിയിൽ മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും അതിൽ പങ്കുകാരായി തീരാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മനോഭാവത്തെ കാണാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹത്തിന്റെ മേഖലയിൽ ഉയർത്തപ്പെടുകയുള്ളൂ എന്ന സത്യം നമ്മൾ ബോധ്യപ്പെടണം, നമുക്ക് മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു +2 അധ്യാപിക, അവൾക്ക് 30 വയസ്സായി. അവളുടെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട്, പ്രശ്നം, കഴിഞ്ഞ 5 വർഷമായിട്ട് വിവാഹാലോചനയുമായിട്ട് നടക്കുകയാണ്. പക്ഷെ വിവാഹം നടക്കുന്നില്ല. എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു, പക്ഷെ വിവാഹം നടക്കുന്നില്ല. ആ സഹോദരി വിവാഹത്തിന്റെ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് എന്റെ അടുക്കൽ വന്നത്. ഞാന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവളുടെ വിവാഹം നടക്കാത്തതിന്റെ ഒരു തടസ്സമായി എന്റെ ഉള്ളൊരു പ്രേരണ നൽകി. ഞാന് ആ സഹോദരനോട് ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും വെറുപ്പിന്റെ അവസ്ഥയുണ്ടോ? നിന്റെ ഉള്ളിൽ ഒരു വ്യക്തിയോട് വളരെയധികം വെറുപ്പിന്റെ അവസ്ഥ ഉള്ളതായിട്ട് കാണുന്നല്ലോ. സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സഹോദരി കുറച്ചൊന്ന് ആലോചിച്ച ശേഷം എന്നോട് പറഞ്ഞു,
ആരോടാണ് വെറുപ്പെന്നോ? അവള് അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഹൈസ്കൂൾ ക്ലാസ് വരെ പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ്. ഈ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവൾ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, അവളുടെ അമ്മയുടെ സഹോദരന്റെ മകൻ, അമ്മാവന്റെ മകൻ, ഈ അമ്മാവന്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അവളെ പല പ്രാവശ്യം ശാരീരികമായിട്ട് ദുരുപയോഗിച്ചു. ഈ ദുരുപയോഗിച്ചതിന്റെ ആ പ്രവൃത്തി അന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നീട് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് അവൾക്ക് മനസ്സിലായപ്പോൾ ഈ അമ്മാവന്റെ മകനോട് അവളുടെ ഉള്ളിൽ കടുത്ത വെറുപ്പാണ്. ഇപ്പോൾ അവിടെ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവളുടെ ഉള്ളിൽ ഈ അമ്മാവന്റെ മകനോട് കടുത്ത വെറുപ്പ് കിടക്കുകയാണ്, വൈരാഗ്യം കിടക്കുകയാണ്. ഈ ഉള്ളിലെ കടുത്ത വെറുപ്പ് അവൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. പലവിധത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കല്യാണം നടക്കാത്തതിനാൽ അവള് പല കാര്യങ്ങളാൽ അസ്വസ്ഥയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഇത്രയും നാളായിട്ട് നീ ആലോചിച്ചിട്ടും വിവാഹം നടക്കാത്തതിന്റെ ഒരു തടസ്സമായിട്ട് നിന്റെ ഉള്ളിലെ ഈ വെറുപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, ഈ വെറുപ്പ് എങ്ങനെ മാറ്റാൻ പറ്റും? ഞാൻ പറഞ്ഞു, അതിനൊറ്റ കാര്യവും, നീ ഈ വെറുപ്പിന് കാരണക്കാരനായി നിന്നെ ആ 10ാമത്തെ വയസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശാരീരികമായിട്ട് നിന്നെ ദുരുപയോഗിച്ചതായ വ്യക്തിയെ നീ നിരപരാധിയായി കാണും. അപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു, അങ്ങനെ നിരപരാധിയായി കാണാനായിട്ട് പറ്റുവച്ചാ? ഞാനൊരു സത്യം അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു വ്യക്തിയെ നിരപരാധിയായി കാണണമെങ്കിൽ നമ്മൾ സത്യം അറിയണം. ആ സത്യം എന്താണെന്നറിയോ? അതായത് അപ്പന്റെ പെങ്ങളുടെ മകൾ, ആ ആളാണ് നീ. എന്റെ അപ്പന്റെ പെങ്ങളുടെ മകളെ ഞാൻ ശാരീരികമായിട്ട് ദുരുപയോഗിക്കാൻ പാടില്ല എന്ന സത്യം അവൻ അറിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തു പോയത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സത്യം അവൻ അറിയാൻ പാടില്ലാതിരുന്നതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ ആ ചെയ്തതിനെ നീ നിരപരാധിയായി കണ്ടെങ്കിലേ നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. നീ അവനോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനോടൊപ്പം ഇപ്രകാരം നിരപരാധിയായി കണ്ട് ക്ഷമിച്ചപ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകിയതായ ചില അനുഗ്രഹങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചെല്ലാം അവൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിനായിട്ട് അവളെ നിർബന്ധിച്ചു. അവൾ ധ്യാനം കൂടാൻ തയ്യാറായി. ഞാൻ പറഞ്ഞു, ധ്യാനത്തിൽ പ്രധാനമായിട്ടും നീ യേശുക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കേണ്ട സൗഖ്യം, ഈശോയെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നതായ അറിവ് അവനില്ലായിരുന്നതിനാൽ അവൻ എനിക്കെതിരെ ചെയ്തതായ ആ ദ്രോഹത്തെ ഞാന് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവനെ നിരപരാധിയായി കണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അവൻ മൂലം എന്റെ മനസ്സിനേറ്റ മുറിവിനെ നീ സുഖപ്പെടുത്തണമേ. നീ ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ആ മേഖലയിൽ പൂർണ്ണമായി സൗഖ്യം കിട്ടും. നിനക്ക് ആത്മാർത്ഥമായിട്ട് ആ സഹോദരനോട് ക്ഷമിച്ച് സ്നേഹിക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യം നിന്റെ ഉള്ളിൽ നിറഞ്ഞാൽ നിന്റെ തടസ്സങ്ങൾ മാറും, നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ ആ സഹോദരി വന്ന് ധ്യാനത്തിൽ കൂടി, ആ ധ്യാനത്തിലൂടെ വലിയ ദൈവാനുഗ്രഹം അവൾക്ക് കിട്ടി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയ അവള് ഏതാണ്ട് 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ വിവാഹം നടന്നു. ഇന്ന് നല്ലൊരു കുടുംബജീവിതം നയിച്ച് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന ഒരു മകളായി കർത്താവ് അവളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ കിട്ടാൻ, ദൈവത്തിൽ നിന്ന് ചില നന്മകൾ കിട്ടാൻ, ദൈവത്തിൽ നിന്ന് ചില ഉയർച്ചകൾ കിട്ടാൻ, നമ്മുടെ ജോലിയിലെ തടസ്സം മാറാൻ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പിന്നിലെ തടസ്സം മാറാൻ, പല വിധത്തിലുള്ള
കടബാധ്യതയിൽ നിന്ന്, നഷ്ടത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മൾക്ക് ഏതെങ്കിലും നാളുകളിൽ ആരോടെങ്കിലും വെറുപ്പിന്റേതായ ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, 30 വയസ്സ് പ്രായമായിട്ടും ആ സഹോദരിയുടെ വിവാഹം നടക്കാൻ തടസ്സമായി കിടന്നത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വെറുപ്പിന്റെ വേരാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം പറയുന്നു, മനുഷ്യനിലെ ദൈവകൃപ, മനുഷ്യനിലെ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നത് അവന്റെ ഉള്ളിലെ വിദ്വേഷമാണ്, വെറുപ്പാണ്. അതിനാൽ വിദ്വേഷത്തിന്റെ വേര്, വെറുപ്പിന്റെ വേര്, അത് നിന്നിൽ ഉപദ്രവം ചെയ്യും. അത് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ വേര് നിന്റെ ഉള്ളിൽ ഉണ്ടാകരുത്. ഏതെങ്കിലും മനുഷ്യ വ്യക്തികൾ നിന്നെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ അവരെ നിരപരാധികളായി കണ്ട് അവർ ചെയ്ത പ്രവൃത്തിയെ കർത്താവ് അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരോട് ക്ഷമിച്ചെങ്കിലേ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മനുഷ്യന് സ്വീകരിക്കണമെങ്കിൽ ഈ അനുഗ്രഹം സ്വീകരിക്കാൻ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിന്റെ മേഖലകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് മനസ്സിനെ ദൈവത്തോട് ചേർത്ത് വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മനോഭാവം ഒരു മനുഷ്യ വ്യക്തി സ്വീകരിച്ചാൽ അവന് എന്തെല്ലാം ലഭിക്കും, ഏതെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടും എന്നതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഒന്ന്, നീ ക്ഷമിച്ചാൽ, നീ ക്ഷമ ചോദിക്കാൻ തയ്യാറായാൽ, നീ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ, നിന്നോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിനക്ക് അഭിഷേകം കിട്ടും. ജോലിയിൽ അഭിഷേകം, മക്കളിൽ അഭിഷേകം, പഠന മേഖലയിൽ അഭിഷേകം, നിന്റെ ജീവിതത്തിന്റെ ഭാവി മേഖലകളിലെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം. അപ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം അടിവരയിട്ട് പറയുന്നത് നീ ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, ക്ഷമ കൊടുക്കണം എന്നതാണ്. കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ മനുഷ്യൻ സ്വീകരിക്കാൻ തയ്യാറായാൽ ആ മനുഷ്യനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യും. രണ്ടാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നിന്റെ എല്ലാ തെറ്റുകളും ദൈവം നിന്നോടും ക്ഷമിക്കും. നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ തെറ്റുകൾ ഒന്നും ദൈവം നിന്നോട് ക്ഷമിക്കില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ തെറ്റുകളും നിങ്ങളോടും ക്ഷമിക്കുകയില്ല. അപ്പോൾ കുമ്പസാരത്തിൽ എനിക്ക് പരിപൂർണമായ പാപക്ഷമ കിട്ടണമെങ്കിൽ ഞാൻ അനുതപിച്ചാൽ മാത്രം, ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം എനിക്ക് പാപക്ഷമ കിട്ടുകയില്ല. എനിക്ക് പാപക്ഷമ കിട്ടണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നോട് തെറ്റ് ചെയ്ത, ഞാൻ ആരെയെല്ലാം വേദനിപ്പിച്ചോ, എന്നെ ആരെല്ലാം വേദനിപ്പിച്ചോ അവരോടെല്ലാം ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് അനുതാപത്തോടുകൂടി കർത്താവിന്റെ മുമ്പിൽ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ പരിപൂർണ പാപക്ഷമ കിട്ടുകയുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-ഉം 3-ഉം തിരുവചനത്തിനും ഇതേ കാര്യമാണ് വചനം പറയുന്നത്. നീ ക്ഷമിച്ചാൽ നിന്നോട് ക്ഷമിക്കും. നീ ക്ഷമിച്ചില്ല എങ്കിൽ, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചില്ല എങ്കിൽ നിന്റെ തെറ്റുകളും കർത്താവ് നിന്നോടും ക്ഷമിക്കില്ല. മൂന്നാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നിന്റെ ബലി കർത്താവ് സ്വീകരിക്കും. നീ ക്ഷമിക്കാതെയാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലി ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായി തീരുകയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം, നിങ്ങൾ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ആദ്യം പോയി അവനുമായിട്ട് രമ്യപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. യേശു പറഞ്ഞതിന്റെ അർത്ഥം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന മുറിവുകളും കുറവുകളും പോരായ്മകളും വീഴ്ചകളും അത് ശരിയാക്കാതെ
നീ എന്റെ മുമ്പിൽ വന്ന് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ബലിയർപ്പിച്ചാലും നിന്റെ ബലിയർപ്പണം ഞാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് നിന്റെ ഓരോ ദിവസത്തെയും ബലിയർപ്പണം അനുഭവേദ്യമായി തീരണമെങ്കിൽ, ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരണമെങ്കിൽ നിന്റെ സഹോദരനോടെല്ലാം നീ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തയ്യാറാകണം. നീ ക്ഷമിച്ചാൽ നിന്റെ ബലി കർത്താവ് സ്വീകരിക്കും. നാലാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷ വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ചതിന് ശേഷം, ക്ഷമ കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ വചനം പറയുന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമായി തീരുകയുള്ളൂ. അപ്പോൾ നീ ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. 5, നീ ക്ഷമിച്ചാൽ നിന്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തും. നീ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നിന്റെ രോഗത്തിന് കർത്താവിന് സൗഖ്യം തരാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദിവാൻ ധ്യാനകേന്ദ്രത്തിലും മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം വചനം കേൾക്കാൻ കടന്നു വരുന്ന വ്യക്തികൾ ഈ ക്ഷമയുടെ മേഖലയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ നാളുകളിൽ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് വേദനിപ്പിച്ച, കുറ്റപ്പെടുത്തിയ, കളിയാക്കിയ വ്യക്തിയോട് മുഴുവൻ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തീരുമാനമെടുക്കുന്ന ദിവസമാണ്. അവിടെല്ലാം ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യവും ദൈവാനുഗ്രഹവും എല്ലാം കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ രോഗം സുഖപ്പെടാൻ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് പരിപൂർണമായിട്ടും ക്ഷമിക്കണം എന്നുള്ളതാണ്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടാൻ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുവിൻ. പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുവിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ക്ഷമ ചോദിക്കുവിൻ. പരസ്പരം തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒരു അനുരഞ്ജനത്തിന്റെ, സ്നേഹത്തിന്റെ മനസ്സ് രൂപപ്പെടുത്തുവിൻ. ഈ സ്നേഹത്തിന്റെ മനസ്സ് രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശാരീരികമായ രോഗത്തിന് സൗഖ്യം കിട്ടുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പ്രത്യേകമായിട്ടും പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നിന്നിൽ ദൈവത്തിന്റെ കൃപ നിറയും. ഒരു മനുഷ്യ വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നിറയണമെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ തയ്യാറാകണം. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് വിദ്വേഷം മൂലമാണ്. അതിനാൽ നിന്റെ ഉള്ളിൽ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ നീ ക്ഷമിച്ച് രമ്യപ്പെട്ടാൽ അതുവഴിയായിട്ട് നിന്നിൽ ദൈവത്തിന്റെ കൃപ നിറയാൻ കാരണമായി തീരും. 7-ാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നീ ദൈവത്തിന്റെ മകനും മകളുമായി തീരും. ദൈവത്തിന്റെ മകനും മകളുമായി തീരാനുള്ള യോഗ്യത ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 തിരുവചനം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അടുത്ത വചനം, അതുവഴിയായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ പുത്രരായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിന്റെ മകനും മകളുമായി തീരാനുള്ള യോഗ്യത വേദനിപ്പിച്ചവരോട്, കുറ്റപ്പെടുത്തിയവരോട്, കളിയാക്കിയവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ച് അവർ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നീ ദൈവത്തിന്റെ മകനും മകളുമായി തീരും. നീ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നാൽ നിന്നെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. 8-ാമത്തെ കാര്യം, നീ ക്ഷമിച്ചാൽ നീ മറ്റൊരു ക്രിസ്തുവായി തീരും. പ്രിയപ്പെട്ടവരെ, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീവൻ യേശുക്രിസ്തുവിന്റെ മുഖം കണ്ട് യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെ ദ്രോഹിച്ച, കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ യേശുവിന്റെ മനോഭാവം സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 59-60 തിരുവചനം, നീ ക്ഷമിച്ചാൽ
മറ്റൊരു ക്രിസ്തുവായി മാറും. യേശുവിന്റെ മനോഭാവം സ്റ്റീഫൻ സ്വീകരിച്ചു. അവന് ഈ ഭൂമിയിൽ മറ്റൊരു ക്രിസ്തുവായി മാറുന്ന അനുഭവത്തിലേക്ക് മാറാൻ സാധിച്ചു. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ മനോഭാവത്തെ സ്വീകരിക്കണം. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം ഭൂമിയിൽ പണിയാൻ വിളികിട്ടിയിരിക്കുന്നവരാണ് ഓരോ യേശു വിശ്വാസിയും. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈ മനോഭാവം സ്വീകരിക്കണം. ഈ മനോഭാവം സ്വീകരിച്ചാൽ നിന്നിലൂടെ അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും ദൈവം ഇടയാകും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കേണ്ടത്, എന്നിൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ എന്നിൽ എവിടെയെങ്കിലും വെറുപ്പിന്റെ മേഖലയുണ്ടോ? ഉള്ളിൽ ഈ വെറുപ്പുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നതിന് തടസ്സമായി തീരും. ഈ തടസ്സത്തെ എടുത്തു മാറ്റിയെങ്കിലേ നിന്നെ ദൈവത്തെ അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശുതൃപനായ യേശുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോയുടെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, സഹിച്ചുകൊണ്ടുള്ള മരണം, ഇതാണ് ലോകത്തിന് മുഴുവൻ രക്ഷ നൽകിയത്. യേശുവിന്റെ ആ മനോഭാവത്തെ ഇന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായാൽ, ഇതാ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ലഭിക്കാത്ത അനുഗ്രഹവും ലഭിക്കാത്ത സന്തോഷവും ലഭിക്കാത്ത ജോലിയും എല്ലാം ദൈവം തരും. ഈ തടസ്സം മാറണം. നിന്റെ ഉള്ളിൽ ആരുടെങ്കിലും വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ അത് വലിയൊരു തടസ്സമാണ്. ആ തടസ്സത്തെ മാറ്റിയെങ്കിൽ മാത്രമേ നിന്നെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഈശോയെ, എന്റെ എല്ലാ പാപങ്ങളും കുരിശിൽ ഏറ്റെടുത്ത ദൈവപുത്ര, അവിടുത്തെ കുരിശുമരണത്തിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ വലിയ രക്ഷയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അനുഭവത്തെ എനിക്ക് കിട്ടുന്നതിന് തടസ്സമായി എന്റെ ഹൃദയത്തിലോ മനസ്സിലോ സ്വഭാവത്തിലോ ഏതെങ്കിലും വ്യക്തികളോട് വെറുപ്പോ വൈരാഗ്യമുണ്ടെങ്കിൽ, ഇതാ ഈ നിമിഷം അവരെ ഓരോരുത്തരെയും അങ്ങയുടെ കുരിശിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ കുരിശിലെ ബലിയിൽ ചിന്തിയ രക്തം, അവിടുത്തെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം, എന്റെ ഉള്ളിൽ അവിടെങ്കിലും എനിക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിനെ മുഴുവൻ കഴുകി എന്റെ മനസ്സ് സുഖപ്പെടുത്തുവാൻ നീ എനിക്ക് ശക്തി നൽകണമേ. എന്റെ മനസ്സിന്റെ മുറിവുകളും എന്റെ ഉള്ളിൽ ആരോടെല്ലാം വിദ്വേഷമുണ്ടോ ആ വിദ്വേഷത്തെയും പൂർണ്ണമായും ഈശോയെ അങ്ങ് കഴുകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.